ഈ ഓരോ കാലഘട്ടത്തിലും വിവിധ സ്ഥലങ്ങളിലെ സഭ ഉണ്ടായത്. ആ സഭ എങ്ങനെ ഉണ്ടായി എന്ന് പറയണമെങ്കിൽ സഭാചരിത്രം പഠിക്കും. ഉദാഹരണം റോമിൽ എങ്ങനെ സഭ ഉണ്ടായി, അല്ലെങ്കിൽ അന്ത്യോക്യയിൽ എങ്ങനെ സഭ ഉണ്ടായി, അലക്സാണ്ടറിൽ എങ്ങനെ സഭ ഉണ്ടായി എന്ന് പഠിക്കണേ. എന്നാ പഠിക്കണം? സഭാചരിത്രം. ഇപ്പൊ നിങ്ങൾക്ക് റോമിൽ എങ്ങനെ ഉണ്ടായെങ്കിൽ ആ ചരിത്രം പഠിക്കണ്ടേ? എല്ലാം എങ്ങനെ പറയുന്നത്? ആ പത്രോസിലെ അവിടെ ചെന്നു AD 61 നമ്മൾ അദ്ദേഹത്തിന്റെ ഫീസ്റ്റ് ആഘോഷിക്കാൻ പോകും. രണ്ടുപേരും ഒരുമിച്ചാണ്. ആരുടെയൊക്കെയാണ്? അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഓരോ സംഭവം അറിയുമ്പോൾ അത് സ്നേഹിക്കുവാണ്. ആ ചരിത്ര സംഭവമാണ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചരിത്രം. നിങ്ങളുടെ ബൈബിൾ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ബൈബിളിന്റെ ഓരോ സംഭവത്തെയും കൂടുതൽ അറിയുമ്പോഴാണ് ആ മെഡിറ്റേഷൻ ശരിയാകുന്നത്. ഒരു ഉദാഹരണം പറയും. ഇപ്പൊ കേസറി ഫിലിപ്പി ദേശത്ത് എത്തിയപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയും. ഇനി കേസറി ഫിലിപ്പി ദേശത്തെ കുറിച്ച് അറിയത്തില്ലാത്ത ഒരാൾക്ക് അത് മനസ്സിലാകില്ല. അവിടെ ചത്ത ദൈവങ്ങളുടെ ഒത്തിരി വിഗ്രഹങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഗ്രീക്ക് പുരാണത്തിലുള്ള ഒത്തിരി ദേവന്മാരുടെ ദേവതകളെ അവിടെ വെച്ചാണ് ഈശോ ഒരു ചോദിക്കുന്നത്. അപ്പോഴാണ് ഒരു ആൻസർ വരുന്നുണ്ട്. എന്താണ്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ. ഈ സ്ഥലത്തെ കുറിച്ച് അറിയുന്ന വ്യക്തി കുറച്ചുകൂടെ അത് ആഴമായിട്ട് ആ വചനം കിട്ടുവാണ്. എന്തിനാണ് പന്നിക്കൂട്ടി കൊണ്ട് ദൂരദൂരത്തിനായിട്ട് ഞാൻ പറയാൻ കാരണം കുറച്ച് അറിയും തോറും നമ്മുടെ ഈ റിഫ്ലക്ഷൻ വ്യത്യാസം. പന്നി യഹൂദൻ നിഷിദ്ധ മൃഗമാണ്. ആ പന്നി കൊണ്ട് കൂടെ ഒരുത്തനെ കൊണ്ട് യഹൂദനെ കൊണ്ട് ഇടുക എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മീയ അധപതനത്തിന്റെ ആഴം കാണിക്കാനാണ്. ചെകുത്താന്മാർ അവരെ ഒഴിപ്പിക്കാൻ തന്നെ അവരോട് ഈശോയോട് എന്താ പറഞ്ഞു? ഞങ്ങളെ എങ്ങോട്ട് പോകാനാ? പന്നി. അപ്പോ ഏറ്റവും നിശ്ചിത മൃഗമാണ്. അതുകൊണ്ട് ഓരോ സംഭവം അറിയുന്നവരുമാണ് അതിന് നമുക്ക് ഡെപ്ത് മനസ്സിലാക്കുക. അത് ബൈബിളാണെങ്കിലും നിങ്ങളിപ്പം പത്രോസ് തിരുനാൾ ആഘോഷിക്കാൻ പോകുക. എങ്ങനെയാണ് റോമിൽ സഭ ഉണ്ടായെന്നും അവിടെ എന്ത് സംഭവിച്ചെന്ന് അറിയാത്ത ഒരാൾക്ക് അതെന്തിനാണ് അവധി? സെമിനാറിലൊക്കെ അവധിയാണ്. ജൂൺ 29 രണ്ടുപേരെയും കൊന്നത് ആരാന്നറിയാമോ? എത്ര പ്രാവശ്യം നമ്മൾ ഫീസ്റ്റൊക്കെ ആഘോഷിച്ചല്ലേ? നമുക്ക് അങ്ങനെ അറിയാൻ ആഗ്രഹമില്ല. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, പത്രോസ് പൗലോസ് അല്ലെ ഫീസ്റ്റ് ഒരു ഉപ്പ് കൊടുക്കുക. അവർക്ക് പത്രോസിന്റെ നാമധാരികൾ പൗലോസ്. രണ്ടുപേരെയും വന്നത് നീറോ ചക്രവർത്തിയാണ്. ആണ് നീറോ ചക്രവർത്തി. ആദ്യത്തെ 10 ചക്രവർത്തിമാര് സഭയെ പീഡിപ്പിക്കുമായിരുന്നല്ലോ. അതിൽ ആദ്യത്തെ ആൾ നീറോ ആണ്. 54 തൊട്ട് 68 AD വരെയാണ് അദ്ദേഹത്തിന്റെ കാലം. 5ാമത്തെ റോമൻ ഭരണാധികാരിയാണ്. അദ്ദേഹമാണ് റോമാ നഗരത്തിന് തീ കൊടുത്തത്. 7 രാത്രിയും 6 പകലും റോമാ നഗരം കത്തിയമർന്നു. നമ്മൾ മലയാളത്തിൽ പറയല്ലേ, റോമാ നഗരത്തിൽ തീ പിടിച്ചപ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തി. എന്താ അത് ചരിത്ര സംഭവമാണ്. അതെന്ന് വെച്ചാൽ ഈ റോമാ നഗരം കത്തിയമരുകയാണ്. എന്നിട്ട് പുള്ളി തന്നെ തീ കൊടുത്തു. ഗ്രേറ്റ് ഫയർ ഓഫ് റോം പറയും. ഗ്രേറ്റ് ഫയർ ഓഫ് റോം ഇങ്ങനെ അറിയപ്പെടും. അതിന് ചുമ്മാ നെറ്റിലടിച്ചു കൊടുത്താൽ കാണും. അപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇന്നിട്ട് എവിടെയാണ് പിടിയിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞു ഇത് ക്രിസ്ത്യാനികളാണ് ചെയ്തത് പറഞ്ഞു. എന്നിട്ട് ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യാണ്. വിശക്കുന്ന സിംഹങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യനാണ് പത്രോസിനെ കൊന്നത്. അതിന് പത്രോസിനെ കൊല്ലുന്നത് തല കീഴായിട്ടാണ്. കാരണം പത്രോസ് പറയും, എനിക്ക് എൻ്റെ മാസ്റ്ററിനെ പോലെ മരിക്കാനുള്ള യോഗ്യതയില്ല, നിങ്ങളെന്നെ കൊല്ലുക, നിങ്ങളെ കൊന്നുകൊള്ളു, പക്ഷെ തല കീഴായിട്ട്. അങ്ങനെ തല കീഴായിട്ട് കൊന്നതിനെ കുറിച്ച് സഭാപിതാക്കന്മാർ നമ്മുടെ 1-2 നൂറ്റാണ്ടിലെ പിതാക്കന്മാർ അങ്ങനെ ധ്യാനിച്ചു. ഇത് അങ്ങനെ പറഞ്ഞു. So that he can kiss the feet of his master from the cross എന്ന് അവർ വ്യാഖ്യാനിച്ചു. അതായത് പത്രോസിനെ അങ്ങനെ തലകീഴായിട്ട് കിടക്കുമ്പോൾ തൻ്റെ യജമാന ഈശോയുടെ പാദങ്ങൾ ആ കുരിശിൽ കിടന്നത് തന്നെ പത്രോസ് ശ്രദ്ധിക്കാവുണ്ടോ എന്നാ റീഡിങ്. പൗലോസ്ലിയുടെ തല ഇദ്ദേഹം അറുക്കുകയാണ്. ഈ തല 3 സ്ഥലങ്ങളിൽ ചെന്ന് നിങ്ങൾക്കറിയാം, കോഴിയൊക്കെ അറുത്താൻ കൊണ്ടിടുമ്പോഴേ ഒരു 30 സെക്കൻഡ് പിടയ്ക്കും. തല അവർക്ക് തല ജീവൻ പോകുന്നത് പിടയ്ക്കണം അല്ലേ? നിങ്ങൾ പിരിച്ചാണ്ട പോലും അറക്കുക. എൻ്റെ ചാച്ചനെ ഇങ്ങനെ ക്ലിക്കുന്നത് എന്നിട്ട് അങ്ങോട്ട് ഇടും. ഇവിടെ രക്തമൊന്നും പോകുന്നില്ല, അച്ചായൻ മാത്രമേ ചെയ്തു. അമ്മയാണെങ്കിൽ എവിടെയും കൊണ്ട് ഞങ്ങൾ കാണാതെ കണ്ടിക്കുക. അപ്പൊ എന്തായാലും പിടയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. പൗലോസ്ലീഹായുടെ തല 3 സ്ഥലത്തിരുന്ന് ഉരുണ്ട് പോയി. അവിടെ 3 ഉറവ കൊട്ടി ഒഴുകി. അതിപ്പോഴും റോമിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉറവ് ഇപ്പോൾ റോമിൽ കാണാൻ സാധിക്കും. കാരണം വചനം പറഞ്ഞുകൊണ്ടിരുന്നു തല അർത്ഥപ്പെടും. അതാണ് ചരിത്രം. അതറിയുന്ന ഒരു വ്യക്തിക്കാണ് ജൂൺ 29 ആണ്. ഒരു ചരിത്രം അറിഞ്ഞാലേ ആ ഒരു ദിവസത്തിന്റെ പ്രാധാന്യമുള്ള. അതെന്നാ ആ പത്രോസ് ആര് കൊന്നു, എന്തിനു കൊന്നു? ടൈബർ നദിയിൽ ഒഴുക്കുകയാണ് പത്രോസിന്റെ ശരീരം. ആ ശരീരം കളക്ട് ചെയ്ത് അതിന്റെ മുകളിലാണ് വത്തിക്കാൻ ബസിലിക്ക. അതെന്തറിയാം, അതായത് പത്രോസ് ലീഗാണ് സർവോടിയത്തിന് മുകളിലാണ്. സ്കാവി എന്ന് പറയും. നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്താൽ നിങ്ങൾ അവിടെ അത് കൊണ്ടുപോകും. നേരത്തെ ബുക്ക് ചെയ്യണം. അല്ല ചുമ്മാ ഹോളിലാൻഡ് ഗ്രൂപ്പിലൂടെ പോയാൽ അവരെ നേരത്തെ അറിയിച്ച് ബുക്ക് ചെയ്താൽ ഒരു 2 ഗ്രൂപ്പിനെക്കാളെ അത് പറ്റത്തുള്ളൂ. ഇത് കൊണ്ടുപോകും, അടിയിലേക്ക് കൊണ്ടുപോകും, വത്തിക്കാൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയിട്ട് അത് കാണിക്കും. പത്രോസും സൗകര്യം വരെ എത്തിക്കും. അതാണ്. പിന്നെയുള്ള മാർപ്പാപ്പമാരെല്ലാം അവിടെ അടക്കുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ ഒഴികെ ബാക്കി എല്ലാ മാർപ്പാപ്പമാരെ അടക്കുന്നത് വത്തിക്കാൻ്റെ ഉള്ളിലാണ്.
ഫ്രാൻസിസ് മാർപ്പാപ്പയും സന്ത മരിയ മെച്ചോറെ എന്ന് പറഞ്ഞ് ഒരു സാധനം അവിടുത്തെ കത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ ചരിത്രം പറയുമ്പോഴത്തേക്ക് വിവിധ കാലഘട്ടങ്ങളിൽ അല്ലേ, വിവിധ സ്ഥലങ്ങളിൽ എങ്ങനെ സഭ ഉണ്ടായി എന്ന് പഠിക്കണമെങ്കിൽ സഭാചരിത്രം പഠിക്കണം. റോമിൽ എങ്ങനെ ഉണ്ടായി, എത്യോപ്യയിൽ സഭയിൽ എത്യോപ്യയിലെ മത്തായി ഫ്രീയായി തൂക്കിക്കൊണ്ടുപോയിരുന്നു, മർക്കോസിനെ അലക്സാണ്ടർ തെരുവീതിയുടെ ഒരു കുതിര വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഓരോരുത്തരും ഓരോ രീതിയാണ് വന്നേ. അങ്ങനെ എല്ലാവരെയും കൊല ചെയ്യപ്പെട്ടു. ആരൊഴികെ യോഹന്നാൻ ശിഷ്യനെ അവര് തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഇട്ടു. പക്ഷേ അദ്ദേഹം മരിച്ചില്ല. പിന്നെ അദ്ദേഹത്തെ പാത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തി. അദ്ദേഹമായിരുന്നു അവസാനം പരിശുദ്ധ അമ്മയോടെ കൊണ്ടായി എഫേസൂസിലാണ് അവർ താമസിച്ചത്. ഇവിടെ നമ്മുടെ പെരുന്തോട്ടം പിതാവൊക്കെ അവിടെ പോയിരുന്നു. എന്നോട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പിതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ. പിതാവ് പോയ സ്ഥലങ്ങളും മാതാവിൻ്റെ വീട്ടിലൊക്കെ പോയായിരുന്നു. അതുകൊണ്ട് ഈ അപ്പസ്തോലന്മാരെല്ലാം ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടത് കൊണ്ട് ഇത് സ്ലീഹാകാലമാണ്. ഒരു സെന്റൻസ് കൂടെ നിങ്ങൾ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഈ ചരിത്രം പഠിക്കണം തോന്നിയാൽ, ദ ബ്ലഡ് ഓഫ് ദ മാർട്ടേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദ ചർച്ച്. ഞാൻ മലയാളത്തിൽ പറയാം കേട്ടോ. ദ ബ്ലഡ് BLAWD ബ്ലഡ് എന്നല്ല പറയുന്നത്, ബ്ലഡ് എന്നാണ്. ദ ബ്ലഡ് ഓഫ് ദ മാർട്ടേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദ ചർച്ച്. മാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി. രക്തസാക്ഷികളുടെ ചുടുചോരയിലാണ് സഭയുടെ വിത്ത് താകിയത്. അങ്ങനെ അതിന്റെ അർത്ഥം മലയാളത്തിലേക്ക് വ്യാഖ്യാനിക്കുക. ദ ബ്ലഡ് ഓഫ് ദ മാർട്ടേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദ ചർച്ച്. അതുകൊണ്ട് ഈ സഭയെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. കാരണം ഇന്നോളം ചരിത്രത്തിൽ ഒത്തിരി പ്രാവശ്യം സഭയെ തകർക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഈ സഭയിലെ ആളുകളെല്ലാം കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. സിംഹങ്ങൾ കഴിഞ്ഞു കൊടുത്തു. അവിടെ ശവശരീരം കൊണ്ട് ആളുകൾ അടക്കിയ സ്ഥലമാണ് നമുക്ക് കാറ്റക്കൂംബ് എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്ക് റോമിൽ ചെന്നാൽ അനേക സ്ഥലങ്ങൾ കാറ്റക്കൂം, ഭൂമിക്കടിയിൽ ഇവരെ അടക്കും. അവിടെ പോയി കുർബാന ചെയ്യും. ആരും കാണാതെ അൾത്താരയുണ്ട് ഭൂമിക്കടിയിൽ. സെന്റ് കലിസ്തസ് കാറ്റക്കൂം, സെന്റ് സെബാസ്റ്റ്യൻസ് കാറ്റക്കൂം, ഇതെല്ലാം കാറ്റക്കൂം എന്ന് പറഞ്ഞാൽ ഭൂഗർഭ അറയാണ്. അവിടെ ഇവിടെ മൃതശരീരം കൊണ്ട് അടക്കും. രാത്രി പിടിപ്പിച്ചു കഴിഞ്ഞു കുന്നുകളെ പച്ച കത്തിക്ക് നോക്കിയ ടോർച്ചായിട്ട്. നീറോ ചക്രവർത്തി ഉദ്യാനത്തിൽ ഇങ്ങനെ കൊഴുപ്പ് വരുന്ന ശരീരത്ത് ജീവനോടെ നിൽക്കുന്ന ക്രിസ്ത്യാനിയുടെ, എന്നിട്ട് തീപ്പെട്ടിക്കൂടെ വെച്ച് നമ്മൾ കത്തിച്ചു കൊടുത്തു. ടോർച്ചായിട്ട് വയ്ക്കുക, കത്തി അമരുക. പിന്നെ അവശിഷ്ടം എടുത്ത് ഇവർ അടക്കും. ബാക്കിയുള്ളത് പറഞ്ഞു അവർ അന്ന് കുർബാനയൊന്നും നേരെ അർപ്പിക്കാൻ പറ്റത്തില്ല. അത് 2 നൂറ്റാണ്ട് പോകും. എനിക്കറിയാമോ ഇപ്പം നമ്മൾക്ക് എത്ര ഫ്രീ ആയിട്ട് പള്ളി വരും. ഇതിനൊന്നും വില അറിയുന്നില്ല. ഞാൻ ആളോട് പറയും എത്ര ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഒരു പകുതിയൊക്കെ നമ്മുടെ പള്ളി വരും. മറ്റാളും പേടിച്ച് കുറച്ച് ഈ കുർബാന അർപ്പിക്കും. അങ്ങനെ അർപ്പിക്കുന്ന എത്രയോ സ്ഥലങ്ങൾ ഇന്നും ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മളൊക്കെ എത്ര ഫ്രീ ആണ്. അതൊക്കെ ഓർക്കും. ചരിത്രം കുറിച്ച് പഠിച്ചാലേ നമുക്ക് സ്നേഹിക്കാം. അപ്പം ഓരോ കാലഘട്ടത്തിൽ എവിടെയൊക്കെ സഭ ഉണ്ടായെന്ന് അറിയുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇവരെല്ലാം രക്തസാക്ഷികളായി നിങ്ങൾ ഓർത്തിരിക്കുക. സ്ലീഹാക്കാരായി ഞാൻ പറയുമായിരുന്നു. ദ ബ്ലഡ് ഓഫ് ദ മാർട്ടേഴ്സ്, മാർട്ടേഴ്സ് MARTYRS, രക്തസാക്ഷികളുടെ ചോര അല്ലെ. ആ ചോരയിലാണ് സഭയുടെ വിത്ത് പാകിയത്. അതുകൊണ്ട് തന്നെ ഈശോ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ നീ പാറയാകും. ഈ പാറമേൽ ഇന്നത്തെ രാവിലത്തെ വചനം കേട്ടായിരുന്നോ? ഇന്നത്തെയാണ് ഞാൻ തന്നെ ഇല്ലയോ ഇന്നലത്തെ ഞാൻ വ്യാഖ്യാനിച്ചു കൊടുക്കുക ഉണ്ടായിരുന്നു. അതായത് പാറമേൽ അല്ലേ വീട് പണിത. അത് നമ്മുടെ സഭയെ പാറമേലാണ്. പെട്രോ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ഭാഷയിൽ പീറ്റർ പെട്ര എന്നർത്ഥം പാറ, പാറനർത്ഥം. അപ്പൊ ആ പാറമേലാണ് സഭ പാറമേലുള്ള അടിസ്ഥാനം. നരക കവാടങ്ങൾ ഇതിനെതിരെ കണ്ടോ? അത്ര സുന്ദരമായിട്ടാണ്. ഒരിക്കലും ആർക്കും ഇതിനെ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.